ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ മിനിമം നിങ്ങൾക്ക് ഗസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്, അത് മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്യാം, നമുക്ക് നമ്മുടെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാം, നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാം, റാങ്ക് ലിസ്റ്റ് മുകളിലേക്ക് വരാം, നമുക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാം. എഡ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം. നമ്മുടെ JPHN എക്സാമിന്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതായത് വരുന്ന ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് JPHNന്റെ എക്സാം നടക്കുക. സോ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി, ആ എക്സാമിന് മാത്രമല്ല ഏതൊരു എക്സാമിനാണെങ്കിലും പ്രിപ്പയർ ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി എങ്ങനെ റാങ്ക് നേടാം. അപ്പൊ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടിപ്സ് നമ്മൾ ആദ്യം പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു JPHNൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. കൂടാതെ നമ്മൾ ആ ടോപ്പിക്കിൽ എങ്ങനെ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി നല്ല റാങ്ക് നേടി ജോലി നേടാം എന്നുള്ള ടിപ്പ് കൂടെ ഞാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ വാച്ച് ഫോർ ലേറ്റർ ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നീട് സമയം കിട്ടുമ്പോൾ സമയമെടുത്ത് മുഴുവൻ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്ത് കാണുക കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് പ്രയോജനപ്പെടും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ മിനിമം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക് ഡിസ്കഷനിലേക്ക് പോകാം. ഞാൻ ആദ്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് 6 ടിപ്സ് ടു അവോയ്ഡ് നെഗറ്റീവ് മാർക്സ്. അതായത് നമ്മുടെ നെഗറ്റീവ് മാർക്സ് അവോയ്ഡ് ചെയ്യാനുള്ള 6 പ്രധാനപ്പെട്ട ടിപ്സ് ആണ്. ഒന്നാമത്, ആൻസർ ദ കോൺഫിഡന്റ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 100 മാർക്കിന്റെ എക്സാം ആണ്. അതിന് 90 മിനിറ്റ് ഉണ്ടാവും അല്ലെ? സോ ഇതൊരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് കഴിയണം. അപ്പൊ ഇതാണ് നമുക്ക്. കൂടാതെ തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതായത് ശരി ഉത്തരത്തിന് 1 മാർക്ക് തരുമ്പോൾ തെറ്റുത്തരത്തിന് അവര് 0.33 മാർക്ക് അവര് കുറയ്ക്കും അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആക്ച്വലി ആദ്യം ആൻസർ ചെയ്ത് തുടങ്ങേണ്ടത് ആൻസർ ദ കോൺഫിഡന്റ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. അതായത് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ സുപരിചിതമായിരിക്കും, നമുക്ക് ഉറപ്പായിട്ട് അതിന്റെ ആൻസർ അറിയാമായിരിക്കും. സോ നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്ത് പോവുക കേട്ടോ. അപ്പം അത് എന്ത് ചെയ്യണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ, ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ഒന്നും എഴുതരുത് എന്നാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ, ഞാൻ ഉറപ്പായിട്ട് പറയല്ല, വേണമെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് തന്നെ ജസ്റ്റ് ഒരു ഡോട്ട് മാർക്ക് ഇട്ട് പോകാം. സോ അങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്താണ് കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. സോ നെക്സ്റ്റ് സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ വിട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ആൻസേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സോ അങ്ങനെ നമുക്ക് 2-3 റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ വിടുന്നില്ല. അപ്പൊ നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറയുന്നു അല്ലെ? രണ്ടാമത് പറയുന്നത് അവോയ്ഡ് ബ്ലൈൻഡ് ഗസ്സിങ്. അതായത് ചില ആൾക്കാരുണ്ട്, ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കും. നമ്മൾ വായിച്ചു നോക്കിയിട്ട് ചിലപ്പം എല്ലാം അറിയുന്നതൊക്കെ ആദ്യം അങ്ങ് എഴുതി വെക്കും. അപ്പൊ നമുക്ക് 100 ക്വസ്റ്റ്യനിൽ ഒരു 40 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് അറിയാമായിരുന്നിരിക്കും. അപ്പൊ നമ്മൾ ഓർക്കും, അയ്യോ 100-ൽ 40 മാർക്ക് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, അപ്പൊ ഞാൻ എന്താണ് ഒരു 60 മാർക്കെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഞാൻ കുറച്ചൊരു 20 ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്, അത് മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ബ്ലൈൻഡ് ഗസ്സിങ് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ബ്ലൈൻഡ് ഗസ്സിങ് അവോയ്ഡ് ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമെന്ന് ഞാൻ എക്സാമ്പിളിൽ കൂടെ പറഞ്ഞു തരാം. മൂന്നാമതായിട്ട്, റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ഇപ്പോ PSCയുടെ ഒരു ട്രെൻഡ് ആണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അതായത് ചില ക്വസ്റ്റ്യൻസിലെ നെഗറ്റീവ്, അതായത് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a, അങ്ങനെ ചോദിക്കാം. ഓർ ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ എക്സെപ്റ്റ് കേട്ടോ. എക്സെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ എന്താണ് ഇതെല്ലാം ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ആക്ച്വലി PSC അഡോപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. നാലാമതായിട്ട്, മാനേജ് ടൈം വൈസ്ലി. ഇതൊരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ? അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏരിയയിൽ അത് വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാതെ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് വിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക കേട്ടോ. അഞ്ചാമതായിട്ട് പറയുന്നത്,
പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഓരോ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ 20 മുതൽ ആ ഒറ്റ ടോപ്പിക്കിൽ നിന്ന് 20 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻസ്, അപ്പം ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ 20-30 ക്വസ്റ്റ്യൻസ് അവർ വർക്ക്ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പോസിറ്റീവ് മാർക്സ് കൂട്ടാനും നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാനും ആയിട്ട് ഉറപ്പായിട്ട് കഴിയും. ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അടുത്ത 6ാമതായിട്ട് പറയുന്നത് ഇംപ്രൂവ് കൺസെപ്ച്വൽ ക്ലാരിറ്റി. അതായത് നമ്മൾ ഏതൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാലും അതിന്റെ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. സോ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി അതിന് ആവശ്യമാണ്. എക്സ്പേർട്സിന്റെ അടുത്ത് നിന്ന് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പഠിക്കുക കേട്ടോ. സോ ഇതാണ് 6 ടിപ്സ് ഓർ 6 ടിപ്സ് ടു അവോയ്ഡ് നെഗറ്റീവ് മാർക്സ്. സോ നമുക്ക് ഇന്നത്തെ ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ നമ്മുടെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടിപ്സ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ആക്ച്വലി ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് പ്രൈമറി ഹെൽത്ത് കെയർ ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും JPSC എക്സാം ആണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ ഈ പ്രൈമറി ഹെൽത്ത് കെയറിൽ നിന്ന് ചോദിക്കും. നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിനാണെങ്കിൽ മിനിമം 1-2 ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രൈമറി ഹെൽത്ത് കെയർ ആക്ച്വലി ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻടു 3. നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ് വരിക. ഒന്നാമതായിട്ട് പ്രൈമറി ഹെൽത്ത് കെയർ, സെക്കൻഡറി ഹെൽത്ത് കെയർ, ആൻഡ് തേർഡ് വൺ ഈസ് ടേർഷ്യറി ഹെൽത്ത് കെയർ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സോ ദ ടേം പ്രൈമറി ഹെൽത്ത് കെയർ വാസ് ഫസ്റ്റ് യൂസ്ഡ് അറ്റ് ALMA-Ata കോൺഫറൻസ് കേട്ടോ. അതായത് ALMA-Ata കോൺഫറൻസിലാണ് ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. എന്നായിരുന്നു ആ കോൺഫറൻസ്? 1978 ഇൻ കസാക്കിസ്ഥാൻ കേട്ടോ. നെക്സ്റ്റ് ALMA-Ata കോൺഫറൻസ് വാസ് ജോയിന്റ്ലി ഓർഗനൈസ്ഡ് ബൈ WHO ആൻഡ് UNICEF കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുണിസെഫുമായിട്ട് ജോയിന്റ്ലി ഓർഗനൈസ് ചെയ്ത കോൺഫറൻസ് ആണ് ഇത് ALMA-Ata കോൺഫറൻസ്. നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഫസ്റ്റ് ലെവൽ, അതായത് പ്രൈമറി ലെവൽ ഓഫ് ഹെൽത്ത് കെയർ ആണ് പറയുന്നത്. സോ ഇതെന്താണ്? ഫസ്റ്റ് ലെവൽ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ പോപ്പുലേഷൻ ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതായത് പോപ്പുലേഷൻ, നമ്മുടെ ജനറൽ ആയിട്ടുള്ള പോപ്പുലേഷൻ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഉള്ള പോപ്പുലേഷൻ അല്ലെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഒരു ഹെൽത്ത് കെയർ സിസ്റ്റവുമായിട്ട് ആദ്യമായി കോണ്ടാക്ട് വരുന്ന എവിടെയാണ്? ഒരു പ്രൈമറി ലെവലിലാണ് കോണ്ടാക്ട് വരിക. സോ ദ ഹെൽത്ത് സർവീസസ് ആർ ഡെലിവേർഡ് ത്രൂ ദ സബ് സെന്റർ ആൻഡ് പ്രൈമറി ഹെൽത്ത് സെന്റർ. അതായത് ഈ ഹെൽത്ത് സർവീസസ് ഈ പ്രൈമറി ലെവൽ ഓഫ് ഹെൽത്ത് കെയറിൽ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഏത് സെന്റേഴ്സ് വഴിയാണ് ഈ ഹെൽത്ത് സർവീസസ് കൊടുക്കുക? ഒന്നാമതായിട്ട് സബ് സെന്റർ, അതുകൂടാതെ പ്രൈമറി ഹെൽത്ത് സെന്റർ. അപ്പോൾ പ്രൈമറി ലെവൽ ഓഫ് ഹെൽത്ത് കെയറിൽ നമ്മൾ ഹെൽത്ത് കെയർ സർവീസസ് ഡെലിവറി ചെയ്യുന്ന ഏത് വഴിയാണ്? സബ് സെന്റർ ആൻഡ് പ്രൈമറി ഹെൽത്ത് സെന്റർ. രണ്ടാമതായിട്ട് വരുന്നത് സെക്കൻഡറി ലെവൽ ഓഫ് ഹെൽത്ത് കെയർ ആണ്. സെക്കൻഡറി ലെവൽ ഓഫ് ഹെൽത്ത് കെയർ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. ഫസ്റ്റ് റെഫറൽ ലെവൽ ഓഫ് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ കേട്ടോ. ഫസ്റ്റ് റെഫറൽ ലെവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെക്കൻഡറി ലെവൽ ഓഫ് ഹെൽത്ത് കെയർ. എല്ലാ കുട്ടികളും തെറ്റിക്കുന്ന അതാ ഞാൻ പറഞ്ഞത്. ആക്ച്വലി നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പം ഇവിടെ എന്താണ്? ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതും എന്താണ്? പ്രൈമറി ലെവൽ ഓഫ് ഹെൽത്ത് കെയറിന് എഴുതും. അത് അങ്ങനെയല്ല. ഫസ്റ്റ് റെഫറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫർ ചെയ്തു വരുന്ന ഇടം, അതായത് പ്രൈമറി ലെവൽ ഓഫ് ഹെൽത്ത് കെയറിൽ നിന്ന് സെക്കൻഡറി ലെവൽ ഓഫ് ഹെൽത്ത് കെയറിലേക്കാണ് റെഫർ ചെയ്തു വരിക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റെഫറൽ ലെവൽ ഏതാണ്? സെക്കൻഡറി ലെവൽ ഓഫ് ഹെൽത്ത് കെയർ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്ത് വരിക നമ്മൾ നേരത്തെ പറഞ്ഞ സബ് സെന്ററിൽ നിന്നും പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്നുമാണ് ഈ സെക്കൻഡറി ലെവൽ ഓഫ് ഹെൽത്ത് കെയറിലേക്ക് റെഫർ ചെയ്ത് വരിക. ദെൻ ഹെൽത്ത് സർവീസസ് ആർ ഡെലിവേർഡ് ത്രൂ CHC. അതായത് ഈ സെക്കൻഡറി അല്ലെങ്കിൽ ഫസ്റ്റ് റെഫറൽ ലെവൽ എന്ന് പറയുന്നത് എവിടെ, എങ്ങോട്ടാണ് അവർ റെഫർ ചെയ്ത് വരിക? സബ് സെന്ററിൽ നിന്നും പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്നും CHC അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കാണ് അവര് റെഫർ ചെയ്തു വരിക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ടേർഷ്യറി ലെവൽ ഓഫ് ഹെൽത്ത് കെയർ. ഇത് ഒരു സെക്കൻഡ് റെഫറൽ ലെവൽ ഓഫ് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ ആണ്, ഡെലിവേർഡ് ത്രൂ മെഡിക്കൽ കോളേജസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ആണ്. നമ്മൾ ആക്ച്വലി ഇതിന്റെ ലാസ്റ്റില് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമുക്ക് അവിടെ മനസ്സിലാകാനായിട്ട് കഴിയും. അതായത് ഈ പ്രിൻസിപ്പിൾസിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയറും എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയറും ഇവിടെ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കുട്ടികൾക്ക് മാറിപ്പോകുന്ന ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൺസെപ്ച്വൽ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് പറയുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. എന്താ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക? അതായത് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് കൂടുതൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ കൊടുക്കുക, ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിൽ കൊടുക്കുക. ഇതാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. അതായത് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പോപ്പുലേഷന്റെ നീഡ് അനുസരിച്ച് നമ്മൾ അവർക്ക് ഹെൽത്ത് കെയർ കൊടുക്കുന്നതിനെയാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഇത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല. എന്താണ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായി കൊടുക്കുക, അതാണ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ ഈ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ പറയുന്നത് എന്താണ്? ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് പ്രൈമറി ഹെൽത്ത് കെയർ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. രണ്ടാമത്തേത് അപ്രോപ്രിയേറ്റ് ടെക്നോളജി. അതായത് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് നമ്മൾ പ്രൈമറി ഹെൽത്ത് കെയർ കൊടുക്കുക. മൂന്നാമത്തേത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. അതായത് നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പബ്ലിക് അല്ലെങ്കിൽ അവിടുത്തെ ലേമൻ അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി അവരെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം മാത്രം അവർക്ക് പ്രൈമറി ഹെൽത്ത് കെയർ കൊടുക്കുക. എന്താ അതിന്റെ ഇമ്പോർട്ടൻസ്? കാരണം അക്സെപ്റ്റബിലിറ്റി കൂടുതൽ കിട്ടുന്ന എങ്ങനെയായിരിക്കും? പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വരുമ്പോഴായിരിക്കും. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ സാധാരണ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഹെൽത്ത് വർക്കറിനെ അല്ലെങ്കിൽ അംഗൻവാടി വർക്കറിനെ ഒക്കെ നമ്മൾ അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ സാധാരണ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് പോവുക. അല്ലെങ്കിൽ ഒരു വീട്ടിൽ പോയി ഒരു ഹോം കെയർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവിടുത്തെ മുതിർന്ന ആളിന് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിയെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിട്ട് അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ടായിരിക്കും നമ്മൾ അവിടെയുള്ള ഹെൽത്ത് കെയർ കൊടുക്കുക അല്ലേ. സോ അതാണ് ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുക. അതായത് അവരുടെ ഇടയിൽ നിന്നൊരാൾ പോകുമ്പോഴത്തേക്ക് ഈ അക്സെപ്റ്റൻസ് കൂടുതൽ കിട്ടും. ഇതിനാണ് നമ്മൾ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുക. നാലാമത്തേത് ഇന്റർ സെക്ടോറൽ കോർഡിനേഷൻ. അതായത് എല്ലാ സെക്ടേഴ്സും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സെക്ടേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെൽത്ത് കെയർ ഡെലിവർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്റർ സെക്ടോറൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് 4 പ്രിൻസിപ്പിൾസ്. ഇതെങ്ങനെ ഓർത്തിരിക്കാൻ ഞാനൊരു ചെറിയൊരു ട്രിക്ക് കൂടെ പറയട്ടെ. ഒന്ന് കണ്ട ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷന്റെ ഇ എടുക്കുക, അപ്രോപ്രിയേറ്റ് ടെക്നോളജിയുടെ ടി എടുക്കുക, ദെൻ പബ്ലിക് പാർട്ടിസിപ്പേഷന്റെ പി എടുക്കുക, ദെൻ ഇന്റർ സെക്ടോറൽ കോർഡിനേഷന്റെ ഐ എടുക്കുക കേട്ടോ. അപ്പം TIP ടൈപ്പ് എന്ന് ഓർത്തിരുന്നാൽ മതി, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് നെഗറ്റീവ് മാർക്സ് ഒഴിവാക്കാനായിട്ട് ആക്ച്വലി ഇപ്പൊ PSCയുടെ എക്സാമിന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അവർ കുറച്ച് കുറച്ച് സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം സാമ്യമുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് തരിക. അപ്പൊ നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ച് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തെറ്റുത്തരം എഴുതും നമ്മൾ നെഗറ്റീവ് മാർക്ക് ക്ഷണിച്ചു വരുത്തും കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ 1 പറയുന്നത് അപ്രോപ്രിയേറ്റ് ടെക്നോളജി, ദെൻ ഓപ്ഷൻ ബി പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഓപ്ഷൻ സി പറയുന്നത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ 4 പറയുന്നത് ഇന്റർ സെക്ടോറൽ കോർഡിനേഷൻ. അപ്പൊ ഇതിൽ ഏതാണ് ക്വസ്റ്റ്യൻ എന്താണ്? ശ്രദ്ധിച്ചു വായിക്കുക. നോട്ട് എ പ്രിൻസിപ്പിൾ, അതായത് പ്രൈമറി ഹെൽത്ത് കെയറിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആക്ച്വലി അത് കാണാപ്പാഠം പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പറയും? നമ്മൾ അവിടെ പഠിച്ചത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്നാണ് പഠിച്ചത് അല്ലേ. സോ അത് നമ്മൾ ഓർക്കും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കിടക്കുന്നു. അപ്പൊ ഇത് തെറ്റാന്ന് ഓർത്തിട്ട് നമ്മൾ ഇത് ഓപ്ഷൻ 2 കറുപ്പിക്കും അല്ലേ. പക്ഷെ അതല്ല. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. അവിടെയാണ് കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുക, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക. ഈ 2 കാര്യങ്ങൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കാണിച്ചു. സോ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ തന്നെയാണ് അല്ലെ. അപ്രോപ്രിയേറ്റ് ടെക്നോളജി നമ്മൾ അതുപോലെ തന്നെ പഠിച്ചതാണ്. ഇന്റർ സെക്ടോറൽ കോർഡിനേഷൻ നമ്മൾ അതുപോലെ തന്നെ പഠിച്ചതാണ്. വേറെ എന്താണ്? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല, 2 വേണ്ട. ഇക്വിറ്റബിൾ നമ്മൾ ഇവിടെ എന്താ പഠിച്ചത്? ഇക്വിറ്റബിൾ അല്ലെ. ഇക്വിറ്റബിൾ ഞാൻ പറഞ്ഞില്ലേ. എന്താ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക? ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ നീഡ് കൂടുതലുള്ളവർക്ക് കൂടുതൽ ഹെൽത്ത് കെയർ കൊടുക്കുക, അതാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായി ഹെൽത്ത് കെയർ കൊടുക്കുക. സോ ഇതാണ് ഇവിടെ നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ആയിട്ട് വരിക. എന്താണ്? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഈ രീതിയിലായിരിക്കണം നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ എന്തൊക്കെയാ വരിക? ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഇതിന്റെ എന്താണ് ഒരു
ഇത് അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ടിപ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സോ എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയറിൽ ഒന്നാമതായിട്ട് വരുന്നത് എഡ്യൂക്കേഷൻ, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. രണ്ടാമത്തേത് ലോക്കലി എൻഡമിക് ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. മൂന്നാമത്തേത് എസെൻഷ്യൽ ഡ്രഗ്സ് അറേഞ്ച്മെന്റ്സ്, മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് ആൻഡ് ഫാമിലി പ്ലാനിംഗ്. അടുത്ത് വരിക എക്സ്പാൻഡഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, അതായത് ത്രൂ ഇമ്മ്യൂണൈസേഷൻ അഗേൻസ്റ്റ് മേജർ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. നമ്മളെ EPA വർഷം ഏതാണ്? ഇത് EPA അല്ല, ഇത് എക്സ്പാൻഡഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആണ്. എക്സ്പാൻഡഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ ഇയർ ഏതാണ്? 1978 അല്ലെ? 1978. സോ ന്യൂട്രീഷൻ സപ്ലൈ, കൂടാതെ ട്രീറ്റ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ദെൻ സേഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഇതൊക്കെയാണ് എന്താ എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. നമുക്കൊരു ന്യൂമോണിക്കിന്റെ സഹായത്തോടു കൂടി ഇത് പഠിക്കാം. അതായത് ഈ എല്ലാം യെല്ലോ ലെറ്റേഴ്സ് നോക്കിയ എലമെന്റ്സ് അല്ലേ? സോ ഈ എലമെന്റ്സ് ആണ് ഈ എലമെന്റ്സ് അല്ലെ? എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. ഒന്ന് E for education, L for locally endemic disease control and prevention, E for essential drugs arrangement, M for maternal child health and family planning, E for expanded immunization program, N for nutrition supply, T for treatment of communicable disease and NCD, S for safe water and sanitation. സോ ഈ രീതിയിലും നമുക്ക് പഠിക്കാനായിട്ട് കഴിയും കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സബ് സെന്റർ അല്ലെ? സബ് സെന്റർ എന്താ വരിക? ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് ബിറ്റ്വീൻ ദ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റി. അതായത് പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റവും നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ പോപ്പുലേഷനുമായിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് വരുന്ന എവിടെയാണ്? സബ് സെന്റർ. ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ എക്സാമിൽ ചോദിക്കുന്നതാണ്. സോ നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എലിജിബിൾ കപ്പിൾ രജിസ്റ്റർ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ എലിജിബിൾ കപ്പിൾ രജിസ്റ്റർ എവിടെയാ വെക്കുക? സബ് സെന്ററിലാണ്. പോപ്പുലേഷൻ കവർ ചെയ്യുന്ന എത്രയാണ്? 3000 to 5000 പോപ്പുലേഷൻ ആണ് സബ് സെന്ററിൽ കവർ ചെയ്യുക. ഇതിന്റെ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ഓഫ് പ്രൈമറി പെരിഫറൽ ഹെൽത്ത് ആണ്. പെരിഫറൽ ഹെൽത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് കെയർ ആണ്. ഫസ്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ വില്ലേജ് കമ്മ്യൂണിറ്റി ആൻഡ് ദ മെഡിക്കൽ ഓഫീസർ. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എന്താണ്? മെഡിക്കൽ ഓഫീസർ. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ അപ്രോച്ച് അല്ലെങ്കിൽ ഹെൽത്ത് കെയറുമായിട്ട് ആദ്യം എന്താണ് കോണ്ടാക്ട് വരുന്നത് സബ് സെന്ററിൽ കൂടെയാണ്. അതായത് പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റവും കമ്മ്യൂണിറ്റിയുമായിട്ട് ആദ്യം കോണ്ടാക്ട് വരുന്നത് സബ് സെന്ററിലാണ്. അതേസമയം മെഡിക്കൽ ഓഫീസർ, അതായത് ഒരു ഡോക്ടറുടെ സേവനം ലഭിക്കുക എവിടെയാണ്? പ്രൈമറി ഹെൽത്ത് കെയർ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദിസ് ഐഡിയ വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ ബോർഡ് കമ്മിറ്റിയാണ്. ബോർഡ് കമ്മിറ്റിയാണ് ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഐഡിയ റെക്കമെൻഡ് ചെയ്തത്. പോപ്പുലേഷൻ കവർ ചെയ്യുന്നത് 20,000 to 30,000 പോപ്പുലേഷൻ ആണ്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് ആണ്. അതായത് സബ് സെന്ററിൽ നിന്നും പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്നും റെഫർ ചെയ്തു വരുന്ന പോപ്പുലേഷൻ ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് വരിക. Each CHC act as a referral center for 4 PHCs. 4 പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ റെഫറൽ ഏജൻസി ആയിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കും. കാറ്റസ് എ പോപ്പുലേഷൻ ഓഫ് 80,000 ഇൻ ഹില്ലി ഏരിയാസ്. ഹില്ലി ഏരിയാസിലെ 80,000 പോപ്പുലേഷനെ കവർ ചെയ്യുന്നു. പ്ലെയിൻസിലെ 1,20,000 പോപ്പുലേഷനെ ആര് കവർ ചെയ്യുന്നു? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് കവർ ചെയ്യുന്നു. ഇനി പറയുന്നത് ഡ്രഗ് കിറ്റ് അല്ലെങ്കിൽ സബ് സെന്റർ ലെവലില് കീപ്പ് ചെയ്യുന്ന ഡ്രഗ് കിറ്റ് ഏതൊക്കെയാണ് കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ നമ്മുടെ എക്സാംസിന് ചോദിച്ചു വരുന്ന ഏരിയ ആണ്. സോ സബ് സെന്റർ ലെവലിൽ കീപ്പ് ചെയ്യുന്ന ഡ്രഗ് കിറ്റ് ഏതൊക്കെയാണ്? ഒന്ന് ഡ്രഗ് കിറ്റ് എ. ഡ്രഗ് കിറ്റ് എയിൽ എന്തൊക്കെയുണ്ട്? ORS ഉണ്ട്, ദെൻ IFA അതായത് അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഉണ്ട്, കൂടാതെ വൈറ്റമിൻ എ, കൂടാതെ കോട്രി മോക്സസോൾ. ദെൻ ഡ്രഗ് കിറ്റ് ബിയിലാണെങ്കിലോ മീഥൈൽ എർഗോമെട്രിൻ, പാരസെറ്റമോൾ, മെബൻഡസോൾ, ദെൻ ഡൈസൈക്ലോമിൻ, ക്ലോറാംഫെനിക്കോൾ, ബിറ്റാഡിൻ ഓയിൻമെന്റ്, സെട്രിമേറ്റ് പൗഡർ, കൂടാതെ കോട്ടൺ ബാൻഡേജ്, ദെൻ എക്യുപ്മെന്റ് കിറ്റ് സി. സോ ഇത്രയും കാര്യങ്ങളാണ് സബ് സെന്റർ ലെവലിൽ കീപ്പ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഡ്രഗ് കിറ്റ് എ, ഡ്രഗ് കിറ്റ് ബി ആൻഡ് എക്യുപ്മെന്റ് കിറ്റ് സി. എക്യുപ്മെന്റ് കിറ്റ് സിയിൽ സാധാരണ വരിക സ്റ്റെറിലൈസേഷന് വേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. സ്റ്റെറിലൈസേഷൻ കൂടാതെ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ എക്യുപ്മെന്റ് കിറ്റ് കേട്ടോ. എക്യുപ്മെന്റ് കിറ്റിൽ വരിക. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാനിവിടെ ആക്ച്വലി കാറ്റഗറി നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. സോ വൺ ഓഫ് ദ എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ഈസ് കേട്ടോ. അതായത് പ്രൈമറി ഹെൽത്ത് കെയറിന്റെ എലിമെന്റ്സിൽ വരുന്ന കാര്യങ്ങൾ വരുന്ന ഒരു എലമെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഓപ്ഷൻ എ ഇമ്മ്യൂണൈസേഷൻ, ഓപ്ഷൻ ബി
community participation, option C equitable distribution, option D basic health services. ഇതിൽ ഏതാണ് പ്രൈമറി ഹെൽത്ത് കെയറിന്റെ എലിമെന്റ് ആയിട്ട് വരിക? ഇത് രണ്ടും നമുക്ക് അറിയാലോ, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇതെന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ആണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഗസ് ചെയ്യാനായിട്ട് കഴിയില്ല, പക്ഷെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഈ ആൻസേഴ്സിനെ സോൾവ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാം. അപ്പോൾ അതെ, വൺ ഓഫ് ദ എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ, ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് ഈ ഓപ്ഷൻസ് വായിക്കും. അത് നമ്മൾ ജസ്റ്റ് ആ ഓപ്ഷൻ ഒന്ന് അനലൈസ് ചെയ്യുക. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരിടത്ത് പഠിച്ച കാര്യമല്ല, അതായത് പ്രിൻസിപ്പിളിൽ പഠിച്ച കാര്യമാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും എക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണെങ്കിലും രണ്ട് ആൻസർ ശരിയായിട്ട് വരത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വരും, പക്ഷെ ഇവിടെ അത് ആപ്ലിക്കബിൾ അല്ല. കാരണം എന്താണ്? ഇത് രണ്ടും ഒരേ കാര്യമാണ്, നമ്മൾ ഒരിടത്ത് പഠിച്ച കാര്യമാണ്. അപ്പൊ ഈ രണ്ട് ഓപ്ഷനും നമ്മൾ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. രണ്ട് ഓപ്ഷനും നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അല്ലെ. ബേസിക് ഹെൽത്ത് സർവീസസും ഇമ്മ്യൂണൈസേഷനും ആണ് പിന്നെ വരിക. അപ്പൊ ഇതില് പ്രൈമറി ഹെൽത്ത് കെയറിൽ വരുന്ന ഇലമെന്റ് ഏതാണ്? അതായത് പ്രൈമറി ഹെൽത്ത് കെയറിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ഏതിനാണ്? ഇമ്മ്യൂണൈസേഷൻ ആണോ ബേസിക് ഹെൽത്ത് സർവീസസ് ആണോ? സോ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം, ഇമ്മ്യൂണൈസേഷൻ ആണ് ഇത് ഈ വൺ ഓഫ് ദ എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ രീതിയിൽ സോൾവ് ചെയ്ത് പോകാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം? കേട്ടോ, പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണുള്ളത്? ഓപ്ഷൻ എ ഇമ്മ്യൂണൈസേഷൻ, ഓപ്ഷൻ ബി ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ്, ഓപ്ഷൻ സി ഫാമിലി പ്ലാനിങ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ്. കേട്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓൾ ഓഫ് ദ അബവ്, നൺ ഓഫ് ദ അബവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ചോദിക്കാറുണ്ട്. കൂടാതെ മൾട്ടിപ്പിൾ റെസ്പോൺസ് ഓപ്ഷൻസും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുക. കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇവിടെ എന്താ ആൻസർ ആയിട്ട് വരിക? പ്രൈമറി ഹെൽത്ത് കെയറിൽ ഇൻവോൾവ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ മൂന്നും ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഓൾ ഓഫ് ദി അബവ് പറയാം. അതായത് ഇമ്മ്യൂണൈസേഷൻ, ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ്, കൂടാതെ ഫാമിലി പ്ലാനിങ് സർവീസസ്. സോ ഇതെല്ലാം അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ്, വൺ അംഗൻവാടി വർക്കർ കവേഴ്സ് എ പോപ്പുലേഷൻ ഓഫ്, നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം അല്ലെ. ഏതാണ്? എത്രയാണ്? 1000. അതായത് ഓപ്ഷൻ സി 1000 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അല്ലെ 3000 5000 വീണ്ടും ഡിസ്ട്രാക്ടർ ആണ്. കാരണം ഈ 3000 5000 എവിടെ വരിക? നമ്മുടെ സബ് സെന്ററിന്റെ പോപ്പുലേഷൻ ആയിട്ടാ വരിക. ഇത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഡി. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി, അതായത് 1000 ആണ് എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, ദ ടേം പ്രൈമറി ഹെൽത്ത് കെയർ വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ വിച്ച് ഇന്റർനാഷണൽ കോൺഫറൻസ്? ആക്ച്വലി ഇത് കണ്ട, ഇത് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിന് കൃത്യമായ ഒരു ആൻസർ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലേ. എന്താണ്? നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്കൊരു കൺഫ്യൂഷനും ഇടയില്ലാതെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈമറി ഹെൽത്ത് കെയർ ഏത് കോൺഫറൻസിലാണ് ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് യൂസ് ചെയ്തത്? അൽമാറ്റ കോൺഫറൻസ് അല്ലേ. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഡ്രഗ് കിറ്റ് ബി ഈസ് ഗിവൺ അറ്റ്, എവിടെയാണ് ഈ ഡ്രഗ് കിറ്റ് ബി യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ PHC, ഓപ്ഷൻ ബി സബ് സെന്റർ, ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഓപ്ഷൻ ഡി FRU. എന്താണ് FRU? ഫസ്റ്റ് റഫറൽ യൂണിറ്റ്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫസ്റ്റ് റഫറൽ യൂണിറ്റ്? CHC അല്ലെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. അപ്പം ഈ രണ്ട് ഓപ്ഷനും സെയിം ആണ്. പിന്നെ നമുക്ക് ആകെ ഒറ്റ ഡൗട്ടേ ഉള്ളൂ, ഈ PHC ആണോ സബ് സെന്റർ ആണോ? അതിലെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടല്ലേ. ഈ ഡ്രഗ് കിറ്റ് ബി എവിടെ യൂസ് ചെയ്യുന്നത്? ഡ്രഗ് കിറ്റ് എ, ഡ്രഗ് കിറ്റ് ബി, കൂടാതെ എക്യുപ്മെന്റ് കിറ്റ് സി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? സബ് സെന്റർ അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഈ കറക്റ്റ് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇതെല്ലാം പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഞാൻ പറയുന്നു, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ ഇട്ടിട്ടില്ല, എല്ലാം പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനൊക്കെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, ഇൻ പ്ലെയിൻ ഏരിയാസ് പ്രൈമറി ഹെൽത്ത് സെന്റർ, അതായത് PHC കവേഴ്സ് ആൻ ആവറേജ് പോപ്പുലേഷൻ ഓഫ്, എന്താണ് PHC കവർ ചെയ്യുന്ന പോപ്പുലേഷൻ എത്രയാണ്? എവിടെയാണ്? പ്ലെയിൻ ഏരിയാസ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്? PHCയുടെ പോപ്പുലേഷൻ 20,000 മുതൽ 30,000. 20,000 എന്ന് പറയുന്നത് ഹില്ലി ഏരിയ, പ്ലെയിൻ ഏരിയസിൽ എത്രയാണ്? അപ്പോ 30,000 അല്ലെ. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, അതായത് 30,000. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ? വീണ്ടും വന്നേ. അതായത് നമ്മൾ എലമെന്റ്സ് പഠിച്ചു അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ? ഏതാണ്? ഓപ്ഷൻ എ പ്രൊമോഷൻ ഓഫ് ഫുഡ് സപ്ലൈ, ഓപ്ഷൻ ബി മെറ്റേണൽ ആൻഡ് ചൈൽഡ് കെയർ, ഓപ്ഷൻ സി പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ്, ഓപ്ഷൻ ഡി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എപ്പിഡമിക് ഡിസീസ്.
ഓർത്ത് നോക്കാവോ, ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുകയാണ്. ഇത് 23-ന് ചോദിച്ചതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ ആക്ച്വലി ഈ എലമെന്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ, എന്താണ് അതാണ്ട് നമുക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും തരിക എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അതായത് പ്രൊമോഷൻ ഓഫ് ഫുഡ് സപ്ലൈ വരുന്നുണ്ട്, മെറ്റേണൽ ചൈൽഡ് കെയർ വരുന്നുണ്ട്, ദെൻ എസെൻഷ്യൽ ഡ്രഗ്സ് വരുന്നുണ്ട്. പക്ഷെ വരാത്ത എന്താണ്? പ്രിവെൻഷൻ ഓഫ് അവിടെ എന്താ വരിക? പ്രിവെൻഷൻ ഓഫ് ലോക്കലി എൻഡമിക് ഡിസീസ്. ഇവിടെ ഓപ്ഷൻ എന്താണ്? പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് എപ്പിഡമിക് ഡിസീസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പകരം എന്താണ് കറക്റ്റ് ആൻസർ? അവിടെ എലമെന്റ്സിൽ വരിക എന്താണ്? എൻഡമിക് ഡിസീസ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാം. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാലോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. വീണ്ടും താണ്ടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. ഇതുപോലെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ ആ ടോപ്പിക് പറഞ്ഞതിന് ശേഷം അവിടെ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ താണ്ടെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കയറി വന്നു കേട്ടോ. നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. ഓപ്ഷൻ എ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, ഓപ്ഷൻ സി മൾട്ടി സെക്ടോറൽ അപ്രോച്ച്, ഓപ്ഷൻ ഡി എഡ്യൂക്കേഷൻ ഓഫ് പീപ്പിൾ. ഇതിൽ ഏതാണ് പ്രിൻസിപ്പിൾ അല്ലാത്തത്? ഓപ്ഷൻ ഡി അല്ലേ, എഡ്യൂക്കേഷൻ ഓഫ് പീപ്പിൾ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ പറഞ്ഞ ടിപ്സിലുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെരിഫറൽ ഔട്ട് പോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇൻ റൂറൽ ഏരിയാസ് കേട്ടോ. റൂറൽ ഏരിയയില് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ഡെലിവറി ഏത് ഔട്ട് പോസ്റ്റ് വഴിയായിരിക്കും കൊടുക്കുക? ഓപ്ഷൻ എ സബ് സെന്റർ, ബി പ്രൈമറി ഹെൽത്ത് സെന്റർ, ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഓപ്ഷൻ ഡി റൂറൽ ഹോസ്പിറ്റൽ. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ സബ് സെന്റർ ആണ് എന്താ ഈ ഒരു പെരിഫറൽ ഔട്ട് പോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇൻ റൂറൽ ഏരിയസ്. ഏതാണ്? ഓപ്ഷൻ എ സബ് സെന്റർ. സോ ഈ രീതിയിൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാം, നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാം, റാങ്ക് ലിസ്റ്റ് മുകളിലേക്ക് വരാം, നമുക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ JPHന്റെ ഇന്റൻസീവ് കോച്ചിങ് നടന്നു വരുന്നു. ഞാൻ പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നത്. കൂടാതെ തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കും കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാം ആയിട്ട് നടത്തുന്നുണ്ട്. കൂടാതെ വീക്ക്ലി ടെസ്റ്റ് നടത്തുന്നുണ്ട്. നാലാമതായിട്ട് റിവിഷൻ കേട്ടോ. റിവിഷൻ പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ഡിസ്കഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ നടന്നു വരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ദയവായി ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും നമുക്ക് അടുത്ത ലിസ്റ്റിൽ വരണം, മെയിൻ ലിസ്റ്റിൽ വരണം. നമുക്ക് ഉറപ്പായിട്ട് ജോലി ലഭിക്കണം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.